ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുതേ, പോയിന്റ് തരാനും കൂടെ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി. നമ്മൾ പലരും പറയും ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്നതാണ്, വീട്ടിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരുന്നു. പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല ആക്റ്റീവാണ്, നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളിതായിട്ട് പോയിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ക്ഷീണം, തളർച്ച, നമ്മളതിനെ പറയും യാത്ര പോയിട്ട് വന്നതിൻ്റെ ഞാൻ തോന്നുന്നു ഒരു ക്ഷീണവും തളർച്ചയെന്ന് പറയും. പക്ഷേ അതിൻ്റെ അല്ല, നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ ആ ഒരു നെഗറ്റീവാണ് നമുക്ക് ആ ഒരു തളർച്ച, ക്ഷീണവും തരുന്നത്. അല്ലാതെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഇറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങ് വയ്യ, അങ്ങ് ക്ഷീണം, ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വയ്യ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. പിന്നെ നമുക്കങ്ങ് മടിയും അലസതയും എല്ലാം കൂടെ ആയിക്കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുപിടി ചുമ്മാ ഇരുന്നങ്ങ് സമയങ്ങൾ. ഇപ്പോഴെന്നൊക്കെ പിന്നെ പറഞ്ഞാൽ ഫോണും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഫോണിൽ നോക്കിയിരുന്ന് നമ്മളങ്ങ് സമയം പോത്തേ ഉള്ളൂ. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഒന്ന് ആക്റ്റീവായി വരണമെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം എടുക്കും. അതൊക്കെയാണ് നമ്മുടെ വീടിനകത്തോട്ട് നമ്മൾ കയറി വരുമ്പോഴേ നമുക്കുണ്ടാകുന്നത്. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഒരു അസ്വസ്ഥതയാണ്. എന്നതാ കാര്യമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഇപ്പം നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിക്കാറുണ്ട്, എന്നതാണ് എൻ്റെ പ്രശ്നം, എന്നതാണ് എന്നെ ഇങ്ങനെ അലട്ടുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രശ്നവും നമുക്കില്ല അങ്ങനെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്നതോ ഒരു അസ്വസ്ഥതയോ ഒരു ഭാരവും സങ്കടമാണോ അതോ നഷ്ടബോധമാണോ എങ്ങനെ എന്നതൊക്കെയോ നമ്മളെ അതൊക്കെ നമ്മളെ അങ്ങ് മൂഡ് ഓഫ് ആക്കാനുള്ള കാരണങ്ങളാണ് അതൊക്കെ. നമുക്കൊരു എനർജി ഇല്ലാതെ നമ്മളിങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കാണ്ടുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത്. അതാണ് നമ്മുടെ വീട്ടിലെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുക. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കാരണവും ഇല്ല. ചിലപ്പോൾ നിസ്സാര കാര്യത്തിനായിരിക്കും അത് എതിരെ നിൽക്കുന്ന ഒരാൾ പറയുന്നത്, ചിലപ്പോൾ നല്ലതാണെങ്കിൽ പോലും നമ്മളതിൻ്റെ നെഗറ്റീവായിട്ട് അത് ചിന്തിച്ച് അതിനെതിരായിട്ട് നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെ വീടിനകത്ത് വഴക്കായി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെയാകും. വീട്ടിൽ മനസ്സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷവും തോന്നില്ല, ഒരു ഫുഡ് പോലും നമുക്ക് ഉണ്ടാക്കാൻ തോന്നത്തില്ല, കഴിക്കാനും തോന്നത്തില്ല, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ ചിലർക്കൊക്കെ ഇല്ലേ? അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു കാരണമില്ലാതെ ചുമ്മാ നമ്മളങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കും എന്നതിനായിരുന്നു പ്രശ്നം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നുമില്ല. അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അതിന് വഴക്കുണ്ടാക്കണ്ടായിരുന്നു, അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ രണ്ടുപേരുമുള്ള സംസാരം പോലും നിന്നിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് ഒരു അകലം വന്നിരിക്കും. പിന്നെ അതൊന്ന് തിരുത്തി ചിന്തിക്കണം, അല്ലെങ്കിൽ അത് പറയണം, അത് പ്രശ്നം പരിഹരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടെങ്കിലും നമ്മളത് പരിഹരിക്കാൻ നിൽക്കത്തില്ല. നമുക്ക് അതല്ല പിന്നെ ആട്ടെ എന്നുള്ള രീതി അപ്പോൾ അവിടെ വീണ്ടും ഒരു അകൽച്ച വരുവാണ്. അതൊരു ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും അമ്മയും മക്കളും തമ്മിലാണെങ്കിലും എല്ലാം അവിടെ ഇപ്പോൾ ഉള്ള അമ്മായിയമ്മയും മരുമോളാണേലും എല്ലാം അങ്ങനെയാണ് വരുന്നത്. പറഞ്ഞ് തീർക്കാതെ അത് ഉള്ളിലിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഉള്ളിൻ്റെ ഒരു സൈഡിലോട്ട് അങ്ങാകും. പിന്നെ അത് അവിടെ കിടക്കും. ഇതെപ്പോഴും അവർക്കിടയിൽ ഒരു അകലം പോലെ നിൽക്കും. അതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ വീട് വൃത്തിയാക്കിയിട്ടാലും, എത്ര നല്ല ലോഷനൊക്കെ ഇട്ട് തുടച്ച് എങ്ങനെ വൃത്തിയാക്കിയിട്ടാലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ടൊന്ന് കയറുമ്പോഴത്തേക്ക് എന്നതോ ഒരു ദുർഗന്ധം പോലെ നമുക്ക് തോന്നും, ഒരു വൃത്തിയില്ലാഴിക പോലെ. നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും ഒരു വൃത്തിയില്ലാന്ന് നമുക്ക് തന്നെ തോന്നും. ഒരു വല്ലാത്തൊരു സ്മെല്ലാണല്ലോ പരയ്ക്കകത്ത്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പ്രേ നമ്മൾ റൂമിലൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഉണ്ടല്ലോ അതൊരു ഇച്ചിരി നേരത്തേക്ക് നിൽക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ബാഡ് സ്മെല്ലായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ദുർഗന്ധം പോലെ നമുക്ക് തോന്നും. അതും നമ്മുടെ വീട്ടിലെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീടിനകത്തൊരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. പിന്നെ ചില വീട്ടിലൊക്കെ പറയത്തില്ലേ, ഇന്നലെ അങ്ങോട്ട് ഈ ചൊക്കിലിയെല്ലാം തൂത്ത് കളഞ്ഞതേ ഉള്ളൂ, ഇന്ന് നോക്കിയാൽ പിന്നെ നേരെ ചൊക്കിലി അയക്കുന്നെന്ന് പറയും. അതും ഒരു നെഗറ്റീവിൻ്റെ ഒരിതാണ്. നമ്മൾ എത്ര ചൊക്കിലി വീടിനകത്ത് അടിച്ചിട്ടാലും അത് 2 ദിവസം കഴിയുമ്പോഴത്തേലും ഈ ചിലന്തി വല പിന്നെയും നമുക്ക് നമ്മുടെ വീടിനകത്ത് മൊത്തം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതും ഒരുപാടായിട്ടൊക്കെ അങ്ങ് വരും. അതും ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ ചിലന്തി ഇങ്ങനെ വല ഇട്ട് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ആയിരിക്കും അതൊന്ന് ചെയ്ത് വൃത്തിയാക്കുന്നത്, 2 ദിവസം കഴിയുമ്പോഴായിരിക്കും പിന്നെ ഇതിൽ ഒരാൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴേ ആദ്യം ചിന്തിക്കുന്നതിനെതിരെ ഇവരിവിടെ തൂക്കലും വൃത്തിയാക്കലും ഒന്നുമില്ല, നോക്കിയാൽ ചൂലാവല വരെയായി എന്ന് ചിന്തിക്കും. അപ്പം നമ്മളത്
നമ്മൾ 2 ദിവസം മുമ്പ് തൂത്താളൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. വേറെ ആൾ വരുമ്പോഴായിരിക്കും പറയുന്നത് ചൂല. അവർ വരുന്നതേ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വരുമ്പോഴേ അത് കണ്ട് ചിലർ നമ്മളോട് തുറന്ന് ചോദിക്കും, ഇതെന്നെ ഇവിടെ തൂക്കാറൊന്നുമില്ല, ഇത് കണ്ടോ അപ്പടി ചൂലാവലയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് അന്നേരം നമ്മൾ പെട്ടെന്നൊന്ന് ചമ്മും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയാക്കിയില്ല എന്നായിരിക്കുമല്ലോ ഇവർ. പക്ഷെ നമ്മൾ വൃത്തിയാക്കിയതാണ്, നമുക്കറിയാതെ. പക്ഷെങ്കിൽ അവർ ചിന്തിക്കുന്ന തന്നെ ഇവിടെ ഒരു പണിയില്ല, തൂക്കുന്നുമില്ല, വാരുന്നുമില്ല, വൃത്തിയാക്കുന്നില്ല, ഇവരോട് ചുമ്മാ ഇരിക്കുക. അപ്പോൾ കേൾക്കുമ്പം നമുക്കൊരു തോന്നും അവരെന്നായിരിക്കും വിചാരിച്ചിട്ടുള്ളത്, തൂക്കാതെയും വാരാതെയൊക്കെ ഇട്ടേക്കുന്ന വീടാണല്ലോ, ഒരു വൃത്തിയാക്കലൊന്നും ഇല്ലാത്ത വീടാണെന്ന് ഇവർ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാം. അതും ഇതുപോലെ തന്നെയാണ്, ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് ഈ ചൂലാവല. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പിന്നെയും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ കാണുന്നത്. അത് മിക്കയിടത്തും ഉണ്ട്. നമ്മൾ അതൊരു നെഗറ്റീവ് എനർജിയുടെ ഇത് തന്നെയാണ് നമുക്കത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പാത്രങ്ങൾ, ചിലപ്പോൾ ഒരു കുപ്പി ഗ്ലാസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കോപ്പയായിരിക്കും, ചിലപ്പോൾ പൊട്ടുന്ന സൈസ് പ്ലേറ്റ് ആയിരിക്കും. നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണത് പൊട്ടിപ്പോവുക. എത്ര നമ്മൾ ശ്രദ്ധിച്ച് എടുത്തെന്ന് പറഞ്ഞാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയും താഴെ വീണ് അത് പൊട്ടിപ്പോവുക. അതും വീടിനകത്തൊരു നെഗറ്റീവ് എനർജിയാണ്. പണ്ടുള്ളവരൊക്കെ പറയും ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ വീട്ടിൽ വഴക്കാകും എന്ന് പറയും. വെച്ചാൽ ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോകാതിരിക്കാൻ വേണ്ടി പറയുന്ന, അങ്ങനെ വീട്ടിൽ വഴക്കാവുന്ന പറയുമ്പോൾ നമുക്കൊരു പേടി വരുമല്ലോ. നമ്മളൊന്നും കൂടെ ശ്രദ്ധയോടുകൂടി അന്നേരം ആ പാത്രം കൈകാര്യം ചെയ്യും. അതിനു വേണ്ടിയാണ് പണ്ടുള്ളവർ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പം നമ്മളത് ഇപ്പം അതൊന്നും ആരെങ്കിലും പറയാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അങ്ങനെയൊന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. എൻ്റെയൊക്കെ കുഞ്ഞിലെ വല്യമ്മച്ചിയൊക്കെ ഞങ്ങളൊക്കെ കാപ്പിയൊക്കെ തരുമ്പോഴത്തേക്ക് ഗ്ലാസ് എങ്ങാനൊന്ന് പൊട്ടി പേപ്പർ, എൻ്റെ പിള്ളേരെ വഴക്കുണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ വീട്ടിൽ വഴക്കുണ്ടാകുന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ഇതായിട്ടങ്ങ് പറയും, ആ വീട്ടിൽ ഇനി വഴക്കായിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടി വരും, നമ്മൾ കാരണം വഴക്കാവുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. പിന്നെ നമ്മളെ ഗ്ലാസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മളൊന്നും കൂടെ ശ്രദ്ധയോടുകൂടി ആ ഗ്ലാസ് പിടിക്കും, നമ്മൾ കാരണം വീട്ടിൽ വഴക്കുണ്ടാകണ്ട. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. പക്ഷേ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും. കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് കൊണ്ട് പൊട്ടുന്ന കാര്യമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ല, അവർ ചിലപ്പോൾ അത് തട്ടി താഴെ ഇടുകയൊക്കെ ചെയ്യും, കയ്യിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യും. അത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ മുതിർന്നവരുടെ കാര്യമാണ്. വീട്ടിലെ വീട്ടമ്മമാർ എപ്പോഴും അടുക്കളയിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നവരുടെ കാര്യം തന്നെയാണ്. വീട്ടമ്മമാർ തന്നെയല്ല, ഇപ്പോൾ വീട്ടിലുള്ള മുതിർന്ന ആണുങ്ങളാണെങ്കിലും ഇല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയല്ല യാദർച്ഛികമായിട്ട് എപ്പോഴും ഗ്ലാസ് കയ്യിൽ നിന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ അവിടെ നല്ലപോലെ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടും അത് താഴെ വീണ് പൊട്ടുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും പറയും ഒരു ഗ്ലാസ് താഴെ വീണ് അറിയാതെ വീഴുന്നതാണോ നെഗറ്റീവ് എനർജി. അതൊക്കെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ്. എല്ലാ വീട്ടിലും എപ്പോഴും ഗ്ലാസ് ഒന്നും താഴെ വീണ് പൊട്ടാറില്ലല്ലോ, അതും ഒന്ന് ചിന്തിച്ചുകൂടെ. എപ്പോഴും ഒരു വീട്ടിൽ ഗ്ലാസ് പൊട്ടും, വല്ലപ്പോഴും ഒക്കെ ഒരു ഗ്ലാസ് പൊട്ടും, അത് സ്വാഭാവികം. പക്ഷേ ഒരു ദിവസം തന്നെ 2-3 ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടുക, അല്ലെങ്കിൽ മറ്റു പാത്രങ്ങൾ പൊട്ടുക, ദിവസവും ഇങ്ങനെ തന്നെ ആകുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ച് നോക്കി, അതൊരു നെഗറ്റീവ് എനർജിയുടെ കാരണങ്ങൾ തന്നെയാണ്. അത് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് ശരിക്കും മനസ്സിലാകും. ഇനിയിപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് പറയും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പരിഹാരമുണ്ട്. ഇതിന് നമുക്ക് ഈ വീട്ടിലെ നെഗറ്റീവ് എനർജി കളയാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഉപ്പ് ഏറ്റവും നല്ലതാണ്. അത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ ഈ ഉപ്പ് കൊണ്ടുള്ള. ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയുപ്പല്ല കേട്ടോ, കല്ലുപ്പ് തന്നെ വേണം നമുക്കതിന്. പൊടിയുപ്പല്ല, നമുക്ക് കല്ലുപ്പാണ് വേണ്ടത്. ആ കല്ലുപ്പ് നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് നല്ലപോലെ ചെറിയൊരു കോപ്പയിലെടുക്കുക, ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 1 സ്പൂൺ കല്ലുപ്പിട്ട് നല്ലപോലെ നമ്മളൊന്ന് ചാലിക്കണം. ആ ഉപ്പ് നല്ലപോലെ ചാലിച്ചെടുക്കണം, ആ വെള്ളത്തിനകത്ത് അലിഞ്ഞു ചേരണം. ആ വെള്ളത്തിനകത്ത് അല്ലാതെ ഒന്ന് ഇളക്കിയതിന് ശേഷം എടുക്കുകയല്ല ചെയ്യേണ്ടത്, നല്ലപോലെ അത് അലിഞ്ഞു ചേരണം. അത് നമ്മളിപ്പം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിന് തൊട്ട് മുമ്പേ നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഇച്ചിരി ഉപ്പിട്ടങ്ങ് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമുക്കത് ഇളക്കം എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും. അങ്ങനെ അത് നമ്മൾ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്ത് നല്ലപോലെ ഇളക്കാനുള്ള സൗകര്യത്തിനാണ്, നല്ലപോലെ നലിപ്പിച്ചെടുക്കാനാണ് ഒരു പാത്രമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ പാത്രമോ ഗ്ലാസ്സോ എന്നെ ആയാലും വേണ്ടില്ല, ഇതൊന്ന് അലിഞ്ഞ് കിട്ടണം. ഈ ഉപ്പ് അത്രയേ ഉള്ളൂ, ഉപ്പൊന്ന് അലിഞ്ഞ് കിട്ടണം. ഉപ്പ് അലിച്ചെടുത്തതിന് ആ അലിഞ്ഞ ഉപ്പ് നീര് നമ്മൾ വീടിനകം തുടയ്ക്കാനായിട്ട് നമ്മളതിന് വെള്ളം എടുക്കുകയില്ല, ആ വെള്ളത്തിനകത്തോട്ട് ഇതൊഴിക്കുക. ഒരു ബക്കറ്റ് വെള്ളമായാലും കുഴപ്പം, അതിനകത്തൊരു ഉപ്പ് നീരങ്ങ് ഒഴിച്ച് വെച്ച് നിങ്ങൾ ആ വെള്ളം കൊണ്ട് വീടിനകവും സിറ്റ് ഔട്ടും എല്ലാം തുടയ്ക്കുന്നത് ഏറ്റവും നല്ല ഇതാണ്. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് പോയി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുകയും ചെയ്യും കേട്ടോ. അത് എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല അനുഭവമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീടിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ
നടക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു നെഗറ്റീവ് നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും മാറി കിട്ടുകയും ചെയ്യും. നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. നമ്മുടെ വീട് നമുക്ക് നല്ല രീതിക്ക് പിന്നെ വരാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു വരും. അങ്ങനെ ഉപ്പ് കല്ലിട്ട് നമ്മൾ ആ ഉപ്പ് നീര് ചാലിച്ചെടുത്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് കല്ല് ചാലിക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് ചാലിച്ചിരിക്കണം കേട്ടോ. അല്ലാതെ ഉപ്പ് കല്ല് അവിടെ എവിടെയും കിടന്ന് നമ്മളത് കളയാനിടയാകരുത്. അങ്ങനെ കളയുന്നത് നമുക്ക് ഒരു നെഗറ്റീവായിട്ട് തീരത്തേ ഉള്ളൂ, പോസിറ്റീവായിട്ട് വരത്തില്ല, നെഗറ്റീവായിട്ട് തീരത്തേ ഉള്ളൂ. അതിനാണ് നല്ലപോലെ ചാലിച്ചതിന് ശേഷം ആ ഉപ്പ് നീര് ആ വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ സിറ്റൗട്ടും വീടിനകമൊക്കെ തുടയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീടുകളിലും ഇപ്പോൾ മിക്കവരും മേടിച്ച് വെക്കുന്നുണ്ട്. പച്ചക്കർപ്പൂരം നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം പൊടിച്ചതിന് ശേഷം നമ്മളൊരു വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഒരു തുണി മുക്കി വെച്ച് ആ തുണി നല്ലൊരു വൃത്തിയുള്ള തുണിയായിരിക്കണം. ആ തുണി മുക്കി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിയണം. വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ ഒരു നനവേ ആകാവുള്ള തുണിക്ക് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ ആ കട്ടളയും ആ കതകും എല്ലാം നല്ല വൃത്തിക്ക് നമ്മൾ തുടച്ചു വിടുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന്. അത് തന്നെയല്ല, നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരാനും ഏറ്റവും നല്ലതാണത്. പിന്നെ ഈ പച്ചക്കർപ്പൂരമൊക്കെ ഇട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ശുദ്ധവൃത്തിയോട് കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം പച്ചക്കർപ്പൂരം നമ്മൾ വിളക്കിൻ്റെ അവിടെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ശുദ്ധവൃത്തിയായിരിക്കണം. നമ്മളത് ആ പച്ചക്കർപ്പൂരത്തെ തൊടുമ്പോഴും നമുക്ക് നല്ല ശുദ്ധവൃത്തിയോട് കൂടി ആയിരിക്കണം. എന്നുവെച്ചാൽ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തൊന്നും അതേ തൊടാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീടിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളതായിരിക്കും, നെഗറ്റീവ് മാറും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ ഞാനിവിടെ മിക്കപ്പോഴും വീട് തുടയ്ക്കാൻ നേരം ഉപ്പ് നീര് ചേർക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നത് എത്ര ദിവസം ചെയ്യണം. ഇപ്പോൾ അതായിരിക്കും ആദ്യം ചോദിക്കുന്നത്, എത്ര ദിവസം ഇത് ചെയ്യണം. എത്ര ദിവസം നമ്മുടെ വീട് നമ്മൾ എപ്പോൾ തുടയ്ക്കുന്നു അന്നേരമൊക്കെ നമ്മൾ ഈ ഉപ്പുനീര് വെള്ളത്തിൽ ചേർത്തു. എൻ്റെ ആണെങ്കിലും മാസത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ വീട് തുടയ്ക്കാറുണ്ട് ഇല്ലേ. പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ ദിവസവും നമ്മൾ തുടയ്ക്കുന്നവരാണ് വീട് ഇല്ലേ. ഇച്ചിരി പിള്ളേരൊക്കെ മുതിർന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ജോലി ഒരാഴ്ചയിൽ ഒന്നൊക്കെ ആയി തീരുന്നത്. കുഞ്ഞുങ്ങളുള്ള വീടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും നമ്മൾ വീടിനകം തുടച്ച് വൃത്തിയാക്കി ഇടുന്നതാണ്. അങ്ങനെ ഇടുന്ന സമയത്തെല്ലാം നമ്മൾ എപ്പോൾ നമ്മൾ വീടിനകം തുടയ്ക്കുന്നു അന്നേരം എല്ലാം ഒരിച്ചിരി ഉപ്പുനീര് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മളത് തുടയ്ക്കുന്നതാണത്. വീണ്ടും ഞാൻ പറയുന്നു, കല്ലുപ്പാണ് നല്ലത്, പൊടിയുപ്പ് കൊള്ളില്ല. പൊടിയുപ്പ് കൊണ്ട് നമ്മൾ ചെയ്താൽ ഒരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കല്ലുപ്പ് കൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഗുണം കിട്ടുള്ളൂ. അതിന് എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കവർ കല്ലുപ്പ് മേടിക്കും, വലിയ വിലയൊന്നും ഇല്ലല്ലോ. കല്ലുപ്പ് മേടിച്ച് വെച്ചിട്ട് നമ്മളിപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് അടുക്കള ഞാൻ കല്ലുപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ അതിന് എന്നെ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ടിന്നിനകത്ത് ഇത് കൊണ്ടുവരുമ്പോഴേ അത് പൊട്ടിച്ച് ഒരു ടിന്നിന് കുറച്ച്, നമുക്ക് എപ്പോഴും ഒരുപാടൊന്നും വേണ്ടല്ലോ, കുറേശ്ശെ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കുഞ്ഞ് ടിന്നിനകത്തോട്ട് ഒരു ഉപ്പ് കല്ല് എടുത്ത് അടച്ച് ഞാൻ പൂജാമുറിയുടെ അവിടെ ആയിട്ട് മാറ്റി വെച്ചേക്കും. അന്നേരം അതേ മറ്റുള്ളവരൊന്നും തൊടുകയെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഉപ്പ് കൊണ്ടുള്ള എന്നാ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്കതൊരു ഉപ്പ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഉപ്പ് വെച്ചേക്കും. ബാക്കി ഉപ്പ് അടുക്കളയിലേക്ക് ആവശ്യമുള്ള കാര്യത്തിന് അങ്ങ് എടുക്കുകയും ചെയ്യും. നമ്മൾ അടുക്കള എടുത്തുകൊണ്ടിരിക്കുന്ന ഉപ്പ് പെരയ്ക്കാൻ തുടയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പെരയ്ക്കാൻ തുടയ്ക്കുന്നതിനൊക്കെ നമ്മൾ അടുക്കള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ് കല്ല് നമുക്ക് എടുക്കാം. അല്ലാതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപ്പുകല്ല് കൊണ്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യും. നമ്മുടെ പേഴ്സിൽ പൈസ വെക്കുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ പറഞ്ഞില്ലായിരുന്നു. അതിനൊക്കെ നമ്മൾ ഉപ്പുകല്ലും ഈ പച്ചക്കർപ്പൂരും ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഉപ്പുകല്ല് വേണം എടുക്കാൻ. നമ്മൾ അടുക്കള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പുകല്ലിൽ നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ പുതിയ കവർ മേടിച്ച് അതിൽ നിന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിന് വേണ്ടിയാണ് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കത് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അതവിടെ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്തോളും. അങ്ങനെ ചെയ്യാം. അല്ലാതെ എല്ലാ പ്രാവശ്യവും നമുക്ക് പോയി ഉപ്പ് മേടിയിട്ട് നടക്കത്തൊന്നുമില്ല. ഓരോ കാര്യം ചെയ്യുന്നതിന് ഓരോ കവർ ഉപ്പ് പോയി മേടിക്കാൻ അങ്ങനെയൊന്നും മേടിക്കണം നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റുകയില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ മാറ്റി സേഫായിട്ട് വെച്ചതിന് ശേഷം അതിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക. പെരയ്ക്കാൻ തുടയ്ക്കുന്നതിന് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഉപ്പെടുക്കുന്നതിന് കുഴപ്പമില്ല. മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്ക് വീട്ടിലെ നെഗറ്റീവ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.